വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് പനീർ പിസ്സയാണ്. നമ്മളിവിടെ 3 മീഡിയം സൈസ് പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ അളവിലുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. ചിക്കൻ പിസ്സയുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ പിൻ ചെയ്തേക്കാം. കാണാത്തൊരു ഉറപ്പായും കാണുക. ആദ്യം തന്നെ പിസ്സ ബേസ് ഉണ്ടാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം, 1 ടീസ്പൂൺ പഞ്ചസാര, 2.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാവ് കുഴയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 2.5 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒലീവ് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിവാക്കി ഒലീവ് ഓയിൽ തന്നെ തേച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നനഞ്ഞ ഒരു ക്ലോത്ത് വെച്ച് അടച്ച് ഏകദേശം 2-2.5 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് പിസ്സ സോസ് തയ്യാറാക്കുന്നതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് 2 സവോള കട്ട് ചെയ്തത്, 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത്, വെന്ത് കഴിഞ്ഞ് തൊലി പെട്ടെന്ന് ഇളകി വരാനാണ് ഇങ്ങനെ ഇടുന്നത്, 12 അല്ലി വെളുത്തുള്ളി, തണ്ട് കളഞ്ഞ 2 വറ്റൽമുളക്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം തക്കാളിയുടെ തൊലി കളഞ്ഞ് ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് കുറുക്കിയെടുക്കാം. ഈ സോസ് തണുത്തിട്ട് ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറുതായി കട്ട് ചെയ്ത പനീർ, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് പനീർ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 2 സൈഡും മറിച്ച് കുക്ക് ചെയ്തെടുക്കാം. കുഴച്ചു വെച്ച മാവ് റെഡിയായിട്ടുണ്ട്. ഇത് ഒന്നുകൂടി കുഴച്ച് 3 പിസ്സയ്ക്ക് വേണ്ടി 3ആയി ഭാഗിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ തേച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു പോർഷൻ മാവെടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഇതുപോലെ ഒന്ന് തിക്കാക്കി വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് തേച്ചു കൊടുത്ത് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ അകവും നന്നായി വെന്ത് വരും. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച സോസ് നന്നായി തേച്ചു കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് സ്പ്രെഡ് ചെയ്യാം. അടുത്തതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇടാം. നമ്മളിവിടെ ഒരു ഭംഗിക്കായിട്ട് 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സവാള ഇതുപോലെ ഇടാം. ഫ്രൈ ചെയ്ത് വെച്ച പനീർ ആഡ് ചെയ്യാം.
ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ഒലീവ് ആഡ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് ചീസ് കൂടി ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 12 മിനിറ്റ് അവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പനീർ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.